ഒരു കേസിലെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു കേസിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ രാത്രികാലങ്ങളിൽ മാറപ്പെടുന്നു എന്നുള്ളത് അത് ഹൈക്കോടതിയായിട്ട് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന രീതിയിൽ ആ അന്വേഷണത്തിൽ എന്ത് സംഭവിച്ചു, ആരാണ് ആ ഉത്തരവാദി? അപ്പൊ ഇത്തരം വിചാരണകളെ എങ്ങനെയാണ് കോടതികൾ ഗൗരവത്തിൽ എടുത്തിട്ടുള്ളത്? എന്തുമാത്രം നിഷ്പക്ഷതമായ മാത്രം പോരല്ലോ, നിഷ്പക്ഷത ഉറപ്പുവരുത്തി കൂടി വേണ്ടേ? അങ്ങനെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ വിചാരണ മധ്യേ തന്നെ ഒട്ടനവധി സന്ദർഭങ്ങളിൽ ഈ വിചാരണയ്ക്കിടയിൽ സ്വതന്ത്രമായ ഒരു വിചാരണ, ഞാൻ എല്ലാ കേസുകളും ശിക്ഷിക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളൊന്നുമല്ല ഞാൻ കേട്ടോ, എത്രയോ കളവായ കേസുകൾ വരാറുണ്ട്. പക്ഷെ നിഷ്പക്ഷമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട കേസുകൾ ഇരുഭാഗത്തിനും കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നോ ഈ കേസിൽ കഴിഞ്ഞിരുന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു നിഷ്പക്ഷമായ ഒരു വിചാരണ ഈ കേസിന്റെ വിചാരണ നടപടികൾ നടന്നില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. വിധി അവിടെ നിൽക്കട്ടെ. കാരണം എല്ലാ കുറ്റകൃത്യങ്ങൾക്കും തെളിവുകൾ ഉണ്ടാവണമെന്ന് നമുക്ക് ശഠിക്കാൻ കഴിയില്ല. തെളിവുകളുള്ള എല്ലാ സംഗതികളും യഥാർത്ഥ കുറ്റകൃത്യങ്ങളാകണമെന്നുമില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ആദ്യഘട്ടം മുതൽ തന്നെ പ്രോസിക്യൂഷന് നേരിടേണ്ടി വന്നിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വളരെ ആദ്യമായി ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ ഉത്തരവാദിത്തപ്പെട്ട അഭിഭാഷകർ കൈയൊഴിഞ്ഞു പോവേണ്ട അവസ്ഥ വന്നതിന്റെ കോടതി നടപടികളിലെ ട്രയലിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ കേസിനെ എന്നെ സംബന്ധിച്ചുള്ള എന്നെ കൂടുതൽ ആശങ്കാകുലനാക്കുന്നത്. പിന്നെ മാത്രവുമല്ല ഈ നടന്റെ പിന്നത്തെ പ്രതികരണം, അത് ഞാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി, കേരളത്തിലെ പ്രമുഖയായ ഏറ്റവും സീനിയറായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസ് ഗ്യാങ്ങും ചേർന്നുണ്ടായ ഒരു കള്ളക്കേസാണ് ഇദ്ദേഹത്തിനെതിരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കേട്ടത് ടെലിവിഷനിൽ. എന്തിന്, വാട്ട് ഫോർ? എന്നെ ഒരു പ്രശ്നത്തിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു, ഞാനാണ് രക്തസാക്ഷി എന്നുള്ളത്. എന്തിന് ഇയാളെ? മമ്മൂട്ടിയില്ലേ, മോഹൻലാലില്ലേ, ജയറാമില്ലേ, സുരേഷ് ഗോപിയില്ലേ, പ്രമുഖരായ എത്രയോ നടന്മാർ മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവർക്കൊന്നുമില്ല ഇദ്ദേഹത്തെ ഒരു ബലാത്സംഗ കേസുമായി അങ്ങ് ലിങ്ക് ചെയ്യിച്ച് കളയാം എന്ന് കേരളത്തിലെ സിനിമാ വ്യവസായമോ കേരളത്തിലെ പൊതുസമൂഹമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ ചിന്തിക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു നരേറ്റീവ്, ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവരുന്നത് വളരെ അപക്വമാണ്, ഇമ്മച്ചോർഡാണ്. അതൊന്നും വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല. അതെ, അത് താങ്കൾ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. വിധി കേട്ടതിന് ശേഷം ആളുകൾക്കിടയിലേക്ക് വരുന്നു, മഞ്ജു വാര്യരെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം പറയുന്നു. പിന്നീട് പറയുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ ഉന്നതയായ ഒരു മേലുദ്യോഗസ്ഥയാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നു. ഒരു ക്രിമിനൽ പോലീസ് സംഘം തന്നെ നശിപ്പിക്കാനായി, തന്റെ കരിയർ നശിപ്പിക്കാൻ, തന്റെ ജീവിതം നശിപ്പിക്കാനായി ശ്രമിക്കുന്നു എന്ന് പറയുന്നു. അതെ, അപ്പോൾ എന്തിനു വേണ്ടി ഇവർ ഇതിന് നടക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം അത് ദിലീപിനില്ലേ?